2023 പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടിയ ഒരു സംസ്ഥാനമാണ് കർണാടക. നിലവിൽ കോൺഗ്രസ് അധികാരത്തിലുള്ള ഏറ്റവും വലിയ സംസ്ഥാനം അവരെ സംബന്ധിച്ചിടത്തോളം കർണാടകയാണ്. കർണാടകത്തിൽ നിന്നും അധികാരം ഒരു കാലത്തും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പ്രവർത്തകർക്കിടയിൽ ഏകോപനം വേണം എന്ന് പ്രവർത്തകർക്ക് ഒരു ശാസന രൂപേണ മറുപടി കൊടുത്തുകൊണ്ട് DK ശിവകുമാർ രംഗത്തെത്തിയിരുന്നു. തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് തൻ്റെ അനുകൂലികൾ പറഞ്ഞു എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണ് കോൺഗ്രസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി. അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. രാമലക്ഷ്മണന്മാരെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ മിന്നും വിജയം അതിൻ്റെ കാരണമാണ്. ലോക്സഭയിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമായിരിക്കും എടുക്കുക. തൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കാൻ ആർക്കാണ് ഇത്ര ധൃതി എന്ന വലിയ ചോദ്യം കൂടി DK ശിവകുമാർ ചോദിക്കുന്നുണ്ട്. അതായത് അണികൾക്ക് അത്രയ്ക്ക് അമിതാവേശം വേണ്ട. കോൺഗ്രസ് ആണ് നിലവിൽ കർണാടകത്തിൽ ഭരിക്കുന്നത്. താൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിൽ തൃപ്തൻ തന്നെയാണ്. കർണാടകയുടെ മുഴുവൻ ഉത്തരവാദിത്വം തനിക്കാണ്. കോൺഗ്രസ് സംഘടനയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകൽ അത് ഏറ്റവും വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതുകൂടി കയ്യിലിരിക്കുമ്പോൾ, അത്തരത്തിൽ അധ്യക്ഷ സ്ഥാനം കൂടി കയ്യിലിരിക്കുമ്പോൾ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് താൻ ചിന്തിക്കുന്നതേയില്ല. മുഖ്യമന്ത്രി പദവി ഇനിയും കോൺഗ്രസ് ജയിക്കുമ്പോൾ കൃത്യമായി കോൺഗ്രസിലേക്ക് തന്നെ വരുന്ന സ്ഥാനമാനമാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ അധികാരം കളഞ്ഞു കുളിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. തമ്മിൽ തല്ലും പിണക്കവുമുണ്ട്, വിഭാഗീയതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പ്രതിപക്ഷം അതിനെ മുതലെടുക്കും. അതുകൊണ്ട് അണികൾ നിശബ്ദരായി അവർ കൃത്യമായി കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടിരിക്കൂ എന്നാണ് DKയുടെ മറുപടി വന്നിരിക്കുന്നത്. ഏറ്റവും പക്വമായ ഉചിതമായ മറുപടിയാണ് DK ശിവകുമാർ കൊടുത്തിരിക്കുന്നത്. DK ശിവകുമാർ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം കോൺഗ്രസിനൊരു പ്രതിസന്ധി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ സ്വാഭാവികമായും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന കർണാടകത്തിലെ മികച്ച ഒരു നേതാവാണ് DK ശിവകുമാർ. മുഖ്യമന്ത്രി പദവിക്ക് അർഹനാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കനകപുരയിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കർണാടകത്തിൽ ആരും തന്നെ ജയിച്ചിട്ടില്ല. 1 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച വ്യക്തി എന്ന രീതിയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള നീക്കം കർണാടകയിൽ എന്നല്ല ഇന്ത്യ രാഷ്ട്രീയത്തിൽ തന്നെ BJPക്ക് അറിയാം. കോൺഗ്രസ് ഒരു ട്രബിൾ ഷൂട്ടറായി അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നുണ്ട്. എവിടെയെല്ലാം BJP ഓപ്പറേഷൻ ലോട്ടസുമായി മുന്നോട്ട് പോകുമോ അവിടെയൊക്കെ കോൺഗ്രസിനെ തകർക്കാനാണ് ശ്രമമെങ്കിൽ അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ DK പറന്നെത്തുന്നത്. കോൺഗ്രസ് ഇന്നും ഇന്നലെയൊന്നുമല്ല അദ്ദേഹത്തിനെ ആശ്രയിക്കാൻ തുടങ്ങിയത്. ഹരിയാനയിൽ പോലും ആ നീക്കം കണ്ടു. പല സംസ്ഥാനങ്ങളിലും ആ നീക്കം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് DK ശിവകുമാർ ശക്തമായി ഒരു കാര്യം പറഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യ തന്നെ തുടരും. കർണാടകയിൽ 2028 വരെ കോൺഗ്രസ് അധികാരത്തിലുണ്ട്. അത് നിലനിർത്തുക, അത് ശക്തമായി കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി നേടിയെടുക്കുക, വിജയത്തുടർച്ച ഉണ്ടാക്കുക, ലോക്സഭയിലേറ്റ പാളിച്ച അതിനെ മറികടക്കുക. JDS അംഗങ്ങൾ കൂടുതലായി കോൺഗ്രസിലേക്ക് എത്തുന്നു. അവരുടെ ശുഭാപ്തി വിശ്വാസത്തെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക, ഇതായിരിക്കണം ലക്ഷ്യം. DK കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്.